7 ലക്ഷം രൂപ സിറാജുൽ ഹുദക്ക് മാസത്തിൽ നേർച്ച കിട്ടുന്നുണ്ട്. അപ്പൊ മൗലവി അത് ചെയ്ത് മൗലവി ഇപ്പൊ പറഞ്ഞെന്തറിയോ, റിസീവർ പണി നിങ്ങൾ നിർത്തണോ എന്നോട്. കാരണം മൂപ്പരെ കൊണ്ടേതാൽ നിർത്തിക്കാനാവൂല എന്ന് മനസ്സിലാക്കി. അപ്പൊ മൂപ്പർ എന്നോടൊരു അപേക്ഷ. ഇപ്രാവശ്യം നല്ല രസമുണ്ട്, എന്നെ സ്നേഹിതനൊക്കെ വിളിക്കുന്നുണ്ട്, പണ്ടത്തെ വിളിയൊന്നല്ല, പണ്ടത്തെ പോലെ തന്നെ. കാരണം കരയുദ്ധം തുടങ്ങിയതിന് ശേഷം മൂപ്പർ 10 മാസത്തേക്ക് വീളർന്ന് നീട്ടി വന്നിട്ട് എന്നെ വിളിക്കുന്നത് വെച്ചോട്ടെ, അവൻ എന്നെ സ്നേഹം വിളിക്കുന്നത് വെച്ചോട്ടെ. എന്റെ സ്നേഹിതൻ പേരോട് കേട്ടോ, എന്റെ സ്നേഹിതൻ പേരോട്. മുമ്പ് ഇയാൾ എങ്ങനെയാ വിളിക്കൽ എന്ന് വെച്ചെടുത്താ, മുമ്പ് വിളിച്ച് നമ്മളെ ഈ പെരുങ്ങൾ വാഞ്ചകം ആർക്ക് ആർക്ക് അമേരിക്കൻ കണ്ടാറുണ്ടല്ലോ ഒരു ഇലി, ആ ഇലിയ മുമ്പിൽ വിളിച്ച് അമേരിക്കൻ കണ്ടാറുണ്ടല്ലോ ഒരു ഇലി, ആ ഇലിയ മുമ്പിൽ വിളിച്ച് റെഡിയാ. ഇവിടെ വന്നാളാറാ നിങ്ങൾക്ക് അറിയൂടെ, ഞാനിവിടെ തന്നെ ഉള്ളതല്ലേ. ആ മാനസികരോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റും. ഒരു മാനസികരോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റും. അപ്പോ കണ്യത്ത് ഉസ്താദ്, EK ഉസ്താദ്, സദഖത്തുള്ള മുസ്ലിയാര്, പാണക്കാട് തങ്ങള്, ബാഫക്കി തങ്ങള് ഒക്കെ സമസ്തയിൽ മെമ്പർമാരായിരുന്നു. അവരൊക്കെ മാനസിക രോഗികള്, ഇത്തിരി പിരിയുള്ളവര്, ഏറ്റവും ബുദ്ധിയുള്ള ആളിയാൾ. ഇയാൾക്കിപ്പോ ഒരു പുതിയ സ്നേഹിതന് കിട്ടിയിരിക്കുന്നു. എന്റെ സ്നേഹിതൻ പേരോട്. എന്തേ മൗലവി ഇപ്പൊ സ്നേഹിതനായത്? 7 ഖണ്ഡനം അങ്ങ് നടന്നപ്പോ ഇപ്പൊ പഴയ ചോറൊന്നുമില്ല, പഴയ രൂപമൊന്നുമില്ല. ഇപ്പൊ ഒന്ന് സ്നേഹിതൻ ഒന്ന് സലാമത്താക്കി തരണേതാ. അതിന് പറ്റിയൊരു വാചകണ്ട് മൂപ്പരുത്. ഇത് മൂപ്പര് കുടുങ്ങിയൊരു കുടുക്ക്, ജീവിതത്തിൽ ഇങ്ങനൊരു കുടുക്ക് കുടുങ്ങിനോ ഏതെങ്കിലും മൗലവി? സുബ്ഹാനല്ലാഹ്. പെട്ടുപോകരുത് മക്കളെ, ഞാൻ പെട്ടതുപോലെ പെട്ടുപോകരുത് മക്കളെ, ഞാൻ പെട്ടതുപോലെ പെട്ടുപോകരുത്. വല്ലാത്ത പടല് തന്നെ. ഇത് വേറൊരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞതാണെങ്കിലും സംഗതി വളരെ പിടിപിടുത്തന്നല്ലേ? സുബ്ഹാന ജല്ലലാലു, പെടലെന്നല്ലേ? നാദാവർക്ക് വന്ന് പെടല്. ഇനി മുസ്ലിമീങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, മഹാന്മാരായ ഇമാമീങ്ങളെ പിന്തുടരൽ നിർബന്ധമാണ്. അങ്ങനെ നിർബന്ധമായ ഈ കാര്യം അംഗീകരിക്കാത്ത കക്ഷികൾക്കാണ് പുത്തൻവാദികളെന്ന് പറയുന്നത്. ഇമാമീങ്ങളെ പിന്തുടരാത്തവർക്കാണ്, ഇമാമീങ്ങളെ തള്ളിപ്പറഞ്ഞവർക്കാണ്. സുന്നത്ത് ജമാഅത്തിനിടയിൽ എത്ര സംഘടനകളുണ്ടെങ്കിലും അവരെല്ലാം ഇമാമീങ്ങളെ അംഗീകരിക്കുന്നവരാണ്. ഇമാമീങ്ങളെ അംഗീകരിക്കാത്തവർ സുന്നത്ത് ജമാഅത്തിന്റെ കുടുംബത്തിലില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, മൗലവിക്ക് ചില സംശയങ്ങളൊക്കെയുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഓരോന്ന് ഞാനത് തീർത്തു തരും മൗലവി. ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. മൗലവി പറയുന്നു ഇവിടെ വന്നിട്ട്, ഞങ്ങൾ പുത്തൻവാദികളല്ല. പണ്ടാരോ പറഞ്ഞ പോലെ എന്നെ കണ്ടാൽ കുമ്പളം കട്ടവനാൻ തോന്നുന്നുണ്ടോ എന്നൊരു തോന്നല്.
മൂപ്പര് പറയാം ഞങ്ങൾ പുത്തൻവാദികളല്ല. ഈ പ്രസ്ഥാനത്തെ അടുത്തറിഞ്ഞിട്ടുള്ളവർക്കറിയാം, ഈ പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നത് പുത്തൻവാദങ്ങളല്ല. ഇവരെ പ്രസ്ഥാനം പറയുന്നത് പുത്തൻവാദങ്ങളല്ല പോൽ. സുബ്ഹാനല്ലാഹ്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാര്, ഇവർക്ക് പുത്തൻവാദമേ ഉള്ളൂ. മുൻഗാമികളുടെ ഒരു വാദവും ഇവർക്കില്ല. ഇവർക്ക് പുത്തൻവാദമേ ഉള്ളൂ. അതിൽ ഒരു പുതിയ വാദം ഇപ്പോൾ മൗലവി ഇവിടെ എഴുന്നള്ളിച്ചിട്ടുണ്ട്. ഒരുപാട് വാദങ്ങളുണ്ട്. ഒന്ന് ഇപ്പൊ പുതിയത് വന്നത് പറയാം. എന്താണെന്നറിയോ, ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ ഇമാമിങ്ങളെ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഖുർആനോദി ഹദീസോദി സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞതല്ലേ, അദ്ദീനു അന്നസീഹ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നസീഹത. ആർക്ക് ഖാലു ലിമൻ ഖാല ലില്ലാഹി വലിറസൂലിഹി വലിഅയിമ്മത്തിൽ മുസ്ലിമീന വലിഅമ്മത്തിഹിം. ഓരോരുത്തർക്കും അവകാശം വകവെച്ചു കൊടുക്കണം. അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവൻ അവകാശം വകവെച്ചു കൊടുക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 100% അംഗീകരിച്ചുകൊണ്ട്, അവിടുത്തെ അവകാശം അംഗീകരിച്ചുകൊണ്ട് അവിടത്തേക്ക് അവകാശം വകവെച്ചു കൊടുക്കണം. വലിഅയിമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഇമാമിങ്ങൾക്ക് അവർ അവകാശം അനുവദിച്ചു കൊടുക്കണം, വകവെച്ചു കൊടുക്കണം. എന്താണ് അവർക്കുള്ള അവകാശം? ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താ പറഞ്ഞത്? തഖ്ലീദുഹും ഫിൽ അഹ്കാം, ഇമാമിങ്ങൾ പറയുന്ന തീരുമാനം, വിധികൾ, ആ വിധികൾ അംഗീകരിക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞതല്ലേ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ. റസൂലുള്ളാഹിനേക്കാൾ വലിയ മൗലവി ആരാണ്? ഖുർആനിനേക്കാൾ വലിയ ഗ്രന്ഥമേതാ? എന്നാൽ സഹോദരന്മാര്, ഇയാള് പറയാണ്, ഇയാള് പുത്തൻവാദം, ഞമ്മക്ക് എന്ത് സ്വീകരിക്കണമെങ്കിലും ദീനാകണമെങ്കിൽ നബിയിൽ നിന്ന് റിപ്പോർട്ടായി നബിയിൽ നിന്ന് കിട്ടണം. ഇമാമിങ്ങൾ പറഞ്ഞു ഒന്നും സ്വീകരിക്കാൻ പറ്റൂല, മൂപ്പരെ കണ്ടുപിടുത്തം, നബിയിൽ നിന്ന് കിട്ടിയതേ സ്വീകരിക്കാൻ പറ്റും. അപ്പൊ ഇമാമിങ്ങളൊക്കെ രാമായണം നോക്കി പറഞ്ഞതാ മൗലവി? ഇമാമിങ്ങൾ രാമായണം നോക്കി പറഞ്ഞതാ? ഇമാമിങ്ങൾ ഭഗവത്ഗീത പറഞ്ഞതാ? ബൈബിൾ നോക്കി പറഞ്ഞതാ? നബിയിൽ നിന്ന് കിട്ടിയതേ സ്വീകരിക്കാൻ പറ്റുള്ളൂ, മൂപ്പരുടെ പുതിയ കണ്ടുപിടുത്തം. നാം ആചരിക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദീനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഏതെല്ലാം ചെറുതും വലുതുമായ കാര്യങ്ങളുണ്ടോ അതൊക്കെ സ്ഥിരപ്പെടണമെങ്കിൽ എന്താണ് വേണ്ടത്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹാബികട്ട് അവിടെ നിന്നിങ്ങോട്ട് കുറ്റമറ്റ പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയിരിക്കണം. ആ നിലക്ക് കൃത്യമായി അംഗീകരിക്കപ്പെടുന്നവ മാത്രമാണ് ദീനായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. അതൊന്നുമല്ലാതെ എനിക്ക് തോന്നിയത് ഞാൻ പറയുകയാണെങ്കിൽ അത് ദീനല്ല കേട്ടോ. അതിന് ഇസ്ലാമിൽ ആരെങ്കിലും പറഞ്ഞതിന് ഒരു വിലയുമില്ല, രേഖയില്ല. എന്തിന്? നബിയിൽ നിന്ന് സഹാബത്ത് കേട്ട് താബീങ്ങൾ കേട്ട് അങ്ങനെ റിപ്പോർട്ടായി വന്നതേ ദീനാവുള്ളൂ. ഇമാമിങ്ങൾ വിശദീകരിച്ചതൊന്നും ദീനാവൂല. ഇത്തിഹാസയും ഇമാമുകളും എന്ന എന്റെ സീഡിക്ക് മറുപടി പറയാൻ വന്ന മൗലവിയുടെ പുതിയ കണ്ടുപിടുത്തമാണ്. എന്നാൽ അതിന്റെ ഖണ്ഡനം മുസ്ലിമീങ്ങളെ ശരിക്കും നിങ്ങൾ കേട്ടോ. അതേ, ഞങ്ങളെ ഇമാമായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് അതാ വിവരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് വന്ന റിപ്പോർട്ട് മാത്രമല്ല പ്രമാണം. ഇസ്ലാമിന് 4 പ്രമാണങ്ങളുണ്ട്. നബിയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് മാത്രമല്ല പ്രമാണം, 4 പ്രമാണങ്ങൾ ഇസ്ലാമിനുണ്ട്. അത് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കേട്ടോ. വജിഹത്തുൽ ഇൽമി അൽ ഖബറു ഫിൽ കിതാബി അബി സുന്നതി അബിൽ ഇജ്മാഇ അബിൽ ഖിയാസ്. എന്താണ്? 4 തെളിവുകളാണ് വിവരം ശേഖരിക്കാനുള്ളത്. ആർക്കാണ് വിവരം ശേഖരിക്കാൻ കഴിയുന്നത്? അത് ഇമാമിങ്ങൾക്കാണ്. അവർക്ക് 4 അവലംബങ്ങളാണ്, 4 പ്രമാണങ്ങളാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്ന് കിതാബ് ഖുർആൻ, അബിസുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് ചര്യ, പിന്നെയോ അബിൽ ഇജ്മാൽ, ലോക മുസ്ലിമീങ്ങളുടെ ഏകോപിതമായ കണ്ടെത്തൽ, ഏകോപിതമായി അവർ നടപ്പാക്കിയത്, ഏകോപിതമായി അവർ പറഞ്ഞത്, അവർ നമുക്ക് കൈമാറിയത്, അതാണ് ഇജ്മാൽ. അബിൽ ഖിയാസ്. 4ാമത്തെ ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഖിയാസ്. ഖിയാസ് എന്ന് പറഞ്ഞാലോ
അത് ഖുർആൻ നോക്കിയാൽ ആ വിഷയം അതിന് കാണൂല, ഹദീസ് നോക്കിയാൽ അത് ആ വിഷയം വ്യക്തമായി കാണൂല. പക്ഷേ അത് മഹാന്മാരായ ഇമാമിയങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഒരു ചെറിയ ഉദാഹരണം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു. എന്താണ്? പ്രായപൂർത്തിയാകാത്ത ചെറിയ മുല കുടിക്കുന്ന കുട്ടികൾ, ആ കുട്ടികളെ ചെലവ് ബാപ്പ കൊടുക്കണം എന്ന്